നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി പശ്ചിമ ബംഗാളിലെ ബീർഭൂം ജില്ലയിലെ രാംപൂർ ഹട്ടിൽ ദാറുൽ ഹസനാത്ത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നു. സെപ്റ്റംബർ 29 രാവിലെ 9 മണിക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പുതിയ കെട്ടിടത്തിന് ശിലാസ്ഥാപനം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അനാഥ അഗതി രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സമന്വയ വിദ്യാഭ്യാസ രംഗത്തൊക്കെ നിർണായ പങ്ക് വഹിക്കുകയും അതിൻ്റേതായ ഫലങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഉദാഹരണമായി 171 അനാഥ മക്കളെ നമുക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവിടെ ചാരിറ്റിയായി ഒരു ഹസനാത്ത് മെഡിക്കൽ സെൻറ്റർ എന്ന സ്ഥാപനം നടക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ ചെലവിൽ വലിയ ചികിത്സാ സഹായങ്ങൾ 10-20ഓളം ഡോക്ടർമാരുണ്ട്. അഡ്മിറ്റ് ചെയ്യുന്ന ആസ്പത്രിയല്ല, 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു ക്ലിനിക്കാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ പത്രസമ്മേളനം നടത്താൻ വന്നിരിക്കുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ വെസ്റ്റ് ബംഗാളിൽ ഒരു അനാഥാലയം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും എല്ലാം വളരെ പിന്നോക്കം നിൽക്കുന്നതാണ് നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കെല്ലാം അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവിടെയുള്ള വിദ്യാഭ്യാസവും സാമ്പത്തികമായും പിന്നോക്കം ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ആദ്യമായി പെൺകുട്ടികളുടെ ഒരു അനാഥാലയം തുടങ്ങുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മളിപ്പോൾ ഈ തുടക്കം കുറിച്ചിരിക്കുന്നത്. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയാകും. മൗലാന അമീനുദ്ദീൻ റിസ്വി മുഖ്യ പ്രഭാഷണം നടത്തും. പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഗേൾസ് ഓർഫനേജ് താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിക്കും. വിദ്യാഭ്യാസ അവകാശ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഓർഫനേജിലെ നിശ്ചിത സീറ്റുകളിലേക്കുള്ള അലോട്ട്മെന്റ് ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ KN മുസ്തഫ, ഡോക്ടർ താജുദ്ദീൻ വാഫി, AT മുസ്തഫ ഹാജി, കബീർ കണ്ണാടിപ്പറമ്പ്, മജീദ് ഹുദ്വി എന്നിവർ പങ്കെടുത്തു.